രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമാണോ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നത്? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമാണോ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉത്തരവാദിത്വങ്ങൾ തരുന്നത്, നമ്മെ വിളിക്കുന്നത്, നമ്മോട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്? അതോ രാത്രിയുടെ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ക്രിയകൾ ചെയ്യുമോ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും വസ്തുതയും യാഥാർത്ഥ്യവും എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ നിയന്ത്രിക്കാൻ സമയങ്ങളോ കാലങ്ങളോ ദിവസങ്ങളോ ഇതുവരെ മുതിർന്നിട്ടില്ല. അത് സാധ്യമല്ല. ദൈവം എന്നത് സമയങ്ങൾക്കും അപ്പുറമാണ്. ദൈവം എന്നത് കാലങ്ങൾക്കും അപ്പുറമാണ്. ദൈവം എന്നത് നക്ഷത്രങ്ങളെക്കാൾ അപ്പുറമാണ്. ദൈവം എന്നത് ഗ്രഹങ്ങളെക്കാൾ അപ്പുറമാണ്. ദൈവം എന്നത് ദിവസങ്ങളെക്കാൾ അപ്പുറമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിനോ ഒരു നക്ഷത്രത്തിനോ ഒരു കാലത്തിനോ ഒരു വിധിക്കോ ഒരു സൂര്യനോ ഒരു ചന്ദ്രനോ ഒരു കാർത്തികയ്ക്കോ ഒരു മകയിരത്തിനോ തൊടാൻ കഴിയാത്ത, അതിരുവെക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ മക്കളായി ഞാനും നിങ്ങളും ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, അതേ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മെ, ഇതൊന്നും ബാധിക്കാത്തവൻ്റെ മക്കളാകുന്ന നമ്മെ, ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികളാകുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തൻ്റെ സൃഷ്ടികളിൽ ഒന്നാകുന്ന ആ സൃഷ്ടികളെക്കാൾ ഏറ്റവും മഹത്തരമായി, ആ സൃഷ്ടികളെക്കാൾ ഏറ്റവും വിലയുള്ളതായി, ആ സൃഷ്ടികളെക്കാൾ എത്രയും ഉന്നതിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന ഒരു കാലമോ ഒരു ഗ്രഹമോ ഒരു നക്ഷത്രമോ ഒരു സമയമോ ഒരു വിധികളോ ഇല്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന വാസ്തവമാണ്. ഈ പ്രാരംഭ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു കാലം, എന്തെങ്കിലും ഒരു ഗ്രഹം, ഏതെങ്കിലും ഒരു സ്ഥലം, ഏതെങ്കിലും ഒരു വീട്, ഏതെങ്കിലും ഒരു മണ്ണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല എന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ നാവ്, നിങ്ങളുടെ അധരങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ, നിങ്ങളുടെ ശബ്ദം ദൈവം ഒരായുധമായി ഇന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരായുധമായി ഇന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്. ഒന്നും കൂടെ, ഒരായുധമായി ഇന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനെ, അവൻ്റെ അവയവങ്ങളെ ഒരായുധമായി ദൈവം ഉപയോഗിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കാൻ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. അപ്പം ഈ മീറ്റിങ്ങിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളെന്ന വ്യക്തിയെ ദൈവം ഒരു ആയുധമാക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സത്യം. അതിന് ഒരു പകൽ സമയം വേണമെന്നില്ല, അതിന് ഈ രാത്രി തന്നെ ധാരാളമാണ്. നിങ്ങൾ ഈ മെസ്സേജ് കാണുന്ന രാത്രിയാണോ, പകലാണോ, ഉച്ചയ്ക്കാണോ, സന്ധ്യമയങ്ങിയ സമയത്താണോ, എപ്പോഴാണേലും നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ശമൂവേൽ എന്ന് പറയുന്ന ഒരു ബാലനെ കാണാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ 3-ാമത്തെ വാക്യം വരെ, അതിൻ്റെ 3-ാമത്തെ അധ്യായം, ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ വായിക്കാം. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ
ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ രാവിലെയും വൈകിട്ടും ദൈവത്തിൻ്റെ കൂടാരത്തിൽ വിളക്കുകൾ തുടച്ച് വൃത്തിയാക്കി എണ്ണ പകർന്ന് ക്രമീകരിച്ചിരുന്നു. അതുകൊണ്ട് ശമൂവേലിന് ഈ ദർശനം ലഭിച്ചത് അതിരാവിലെ വിളക്കുകൾ തുടച്ച് വീണ്ടും കത്തിക്കാൻ ക്രമീകരിക്കുന്നതിന് മുമ്പായിരിക്കണം എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ശ്രദ്ധിക്കുക, ശമൂവേലിൻ്റെ കിടപ്പിടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുത്താണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 2-3 ദിവസം അടുപ്പിച്ച് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്കറിയാം, സംസാരിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ അടുപ്പവുമായി സംസാരിച്ചാണ് നമ്മളൊരു മെസ്സേജ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ അടുപ്പത്തിനകത്ത് എന്ത് സംഭവിക്കും, എന്തൊരു മിറാക്കിളാണ് നടക്കുന്നതെന്നുള്ളത് നമ്മൾ ഏകദേശം 3 ദിവസം കൊണ്ട് ശുശ്രൂഷിച്ചിട്ട് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നവർക്കറിയാം. എന്തായാലും ഇവിടെയും ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടകത്തിൻ്റെ അടുത്ത് കിടക്കുന്നൊരു മനുഷ്യനാണ്. ദൂത് പറയാനുണ്ട്. പെട്ടകത്തിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നവനെ ദൈവം പെട്ടകത്തിനകം നിറച്ചിരിക്കുന്ന ആത്മാവിൽ ഉപയോഗിച്ച ചരിത്രം നമുക്ക് ദാവീദ് തുടങ്ങി ശമൂവേൽ തുടങ്ങി പല വിശുദ്ധന്മാരുടെയും ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മാതൃകയാക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാനായി കഴിയും. പെട്ടകവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള നോഹ ഒരത്ഭുത ചരിത്രമായി മാറിയിട്ടുണ്ട്. പെട്ടകവുമായി ചേർന്ന് നിന്ന ദാവീദ് ഒരത്ഭുത ചരിത്രമായി മാറിയിട്ടുണ്ട്. പെട്ടകത്തിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ശമൂവേൽ ഒരത്ഭുത ചരിത്രമായി മാറിയിട്ടുണ്ട്. പെട്ടകം കൈകളിലെടുത്ത ഒരുപാട് വിശുദ്ധന്മാർ ഒരത്ഭുത ചരിത്രമായി മാറിയിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെട്ടകത്തിനകത്ത് നിന്ന് അടർത്തിയെടുത്ത ഒരു നുറുങ്ങ് അപ്പക്കഷ്ണമായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തിന്ന് ശേഷിച്ച് 12 കൊട്ട എടുക്കാനുള്ളത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് നിന്ന് പലർക്കും എടുത്ത് നിങ്ങൾക്ക് വിളമ്പാൻ തക്കവണ്ണം ദൈവം നിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. ദൈവം നിങ്ങളുടെ ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. പെട്ടകത്തിൻ്റെ അടുത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം, വിളക്ക് കെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം പിന്നെയും റിസ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ വിളക്ക് കെടുന്നതിനു മുൻപേ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. വിളക്ക് കെട്ടിട്ട് പിന്നെ പ്രകാശത്തെക്കുറിച്ചും പ്രകാശം ഉണ്ടായിരുന്ന കാലങ്ങളെക്കുറിച്ചും നമ്മൾ ഒത്തിരി പറയുന്നതിനേക്കാൾ വിളക്ക് കെടുന്നതിനു മുൻപേ നാം ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് ഉത്തമം. ഇന്ന് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നവരും വിളക്ക് കെടാറായവരും 2 കൂട്ടരും ഈ മീറ്റിങ്ങിനകത്തുണ്ട്. എന്താണ് ശമൂവേലിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? യോശുവയ്ക്ക് ശേഷം ദൈവത്തിന് അടുത്ത ഒരു പ്രവാചക അഭിഷേകത്തിലേക്ക് ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ ഒരു പദ്ധതിയുണ്ട്. യോശുവയ്ക്ക് ശേഷം ആ ബാറ്റൺ ഏറ്റെടുക്കാൻ കൊള്ളാം എന്നുള്ള ഒരുവനെ ദൈവം കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഏലിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ദൂത് പറയാം. ഏതെങ്കിലും ഒരു ദൈവദാസന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ആയിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു ദൈവദാസനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു സ്ഥാപനത്തിൽ ചെറിയ ഒരു ജോലിയായിട്ടായിരിക്കാം ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ഒരു ചെറിയൊരു വരുമാനത്തിൽ ജീവിതം മുൻപോട്ട് മേയിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകനായോ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ശുശ്രൂഷകയായോ നിങ്ങൾ ഇപ്പോൾ ദിവസങ്ങൾ കഴിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും നിങ്ങളെ വാച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. യോശുവ തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന സമയം തന്നെ ദൈവം ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യനെ
നോക്കിക്കൊണ്ടേയിരുന്നു. കാരണം യോശുവയ്ക്ക് ശേഷം ആ ബാറ്റൺ ഏറ്റെടുക്കാൻ കൊള്ളാമെന്നുള്ള ആരുണ്ട് എന്ന് ദൈവം നോക്കിയ സമയത്ത് കണ്ടൊരു മനുഷ്യനായിരിക്കണം ശമൂവേൽ. അതുകൊണ്ട് ഏലിയുടെ അണ്ടറിൽ ചില കാലങ്ങൾ തനിക്ക് ട്രെയിനിങ് പരിശുദ്ധാത്മാവ് നൽകി. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒത്തിരി ട്രെയിനിങ്ങിനകത്തുകൂടെ ദൈവത്തിന് കൊള്ളാമെന്നുള്ളൊരു വ്യക്തിയാക്കി ദൈവം പണിതെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ ആത്മാവിൽ ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത നിലയിലുള്ള ചില കർത്തവ്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ടൈമായി. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ഇടങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനുള്ള സമയമായി. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില പ്രോജക്റ്റുകൾ, അസൈൻമെന്റുകൾ, ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു പക്വതയും പാകവും ദൈവം നിങ്ങൾക്ക് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ സമയങ്ങൾ കഴിച്ചുകൂട്ടുക. പെട്ടകത്തിനടുത്തിരുന്ന വിളക്ക്, ദൈവത്തിന്റെ മന്ദിരത്തിൽ വിളക്ക് കെടുന്നതിന് മുൻപേ ശമൂവേൽ ചെന്ന് കിടന്നു. ഏലിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാ ശമൂവേൽ തൻ്റെ കാര്യത്തിലേക്ക് പോയത്. ഒന്ന് നോക്കിയേ. കാരണം ഏലി ഒത്തിരി വയസ്സ് എന്നൊരു മനുഷ്യനാണ്. ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, തൻ്റെ കാഴ്ച, ദർശനം പഴയതുപോലെ അല്ല. ദർശനം മീൻസ് കാഴ്ച, വിഷൻ പഴയതുപോലെ അല്ല. എവിടെയെങ്കിലുമൊക്കെ കർത്താവ് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെറിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണണം. ആരെങ്കിലുമൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ, ഒന്ന് സഹായിക്കാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് കാണും. എല്ലാവർക്കും കർത്താവ് ആ ഭാഗ്യം കൊടുക്കത്തില്ല. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. അതായത് യഹോവയുടെ അരുളപ്പാടുകൾക്ക് വളരെയേറെ വിലയേറിയ ഒരു കാലം. ഒരു സാമൂഹിക പ്രശ്നം വന്നാലും, ഒരു പ്രതിസന്ധി വന്നാലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ചോദിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവാചകന്മാരില്ല. എന്ന് പറഞ്ഞാൽ ദർശനം കുറവായിരുന്ന, ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യക്തികൾ കുറവായിരുന്നൊരു കാലം. ഇന്ന് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ദീപു പാസ്റ്ററെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു പാസ്റ്ററെങ്കിലും വിളിക്കത്തക്ക നിലയിൽ ഒരു പ്രവചനം കേൾക്കാൻ, ഒരു ദൂത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോഫറ്റ്സ് ഉണ്ട്. പക്ഷേ ഏലിയുടെ കാലഘട്ടത്തിൽ, ശമൂവേൽ വളർന്നു വന്ന കാലഘട്ടത്തിൽ അത് കുറവായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചോ. ചില കാര്യങ്ങൾക്ക് കുറവുകൾ വരുന്നത് നല്ലതാണ്. ചില കാര്യങ്ങളിൽ ദൗർലഭ്യം വരുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ, കുറച്ച് മാസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെയും ദൈവം ചെയ്യിക്കുന്നതിൻ്റെയും പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഇതുപോലത്തെ ഒരു സംഗതിയിലായിരിക്കും, ഒരു സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന, അത് ഫിനാൻഷ്യലി ആയിരിക്കാം, നിങ്ങൾ ഇൻ്റലക്ച്വലി ആയിരിക്കാം, പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ദൗർലഭ്യങ്ങൾ ഒരു അനുഗ്രഹമാണ്. ചില സ്ഥലങ്ങളിൽ ദൗർലഭ്യം ഒരു അനുഗ്രഹമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ ശമരിയക്കാരി സ്ത്രീയുടെ വീട്ടിൽ കിണറും പൈപ്പും പഞ്ചായത്ത് കണക്ഷനും ഇല്ലാത്തതുകൊണ്ടല്ലേ അവരിക്കണ്ട ദൂരം മുഴുവൻ വെള്ളം കോരാൻ വേണ്ടി യാക്കോബിൻ്റെ ഉറവിനരികു വരെ വന്നത്. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ പഞ്ചായത്ത് പൈപ്പ് ഉണ്ടായിരുന്നെങ്കിലോ അവർക്ക് കുടം നേരെ അതിൻ്റെ കീഴിൽ കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ ആ വാട്ടർ കണക്ഷൻ നേരെ കിച്ചണിലോട്ട് എടുക്കുകയോ ചെയ്ത് അവർക്ക് വെള്ളം കോരുകയോ വേണ്ട. ചില ദൗർലഭ്യങ്ങൾ അനുഗ്രഹത്തിനാണ്. ചില ശൂന്യതകൾ നന്മയുടെ നിറവിന് വേണ്ടിയിട്ടാണ്. ചില വരൾച്ചകൾ ഒരു പുതിയ പാഠം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ത്രീയുടെ ഏറ്റവും വലിയ, ശമരിയക്കാരി സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ സ്ത്രീ യേശുവുമായി കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടായിരുന്നു തൻ്റെ വീട്ടിൽ പഞ്ചായത്ത് കണക്ഷൻ ഇല്ലാത്ത എന്നുള്ളത്. അവരുടെ വീട്ടിൽ ഒരു കിണർ പോലും കുത്താൻ ഇടയില്ലാത്തത്, ഇവിടെ വരെ വരും അത്രയും കാലം വന്ന് വെള്ളം കോരിയത് ഈ ഒരു എൻകൗണ്ടറിനെ ദൈവം നേരത്തെ കണ്ടുവച്ചിട്ടാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ചില ദൗർലഭ്യങ്ങളാണ് നിങ്ങളെ ഈ മീറ്റിങ്ങിൽ കൊണ്ടെത്തിച്ചത്.
ചില ദുർബലതകളാണ് നിങ്ങളെ ഈ മീറ്റിങ്ങിൽ കൊണ്ടെത്തിച്ചത്. ചില ബലഹീനതകളാണ് നിങ്ങളെ ഈ മീറ്റിങ്ങിൽ കൊണ്ടെത്തിച്ചത്. ചില അന്വേഷണങ്ങളാണ് നിങ്ങളെ ഈ സന്ദേശത്തിലേക്ക് കൂട്ടിമുട്ടിച്ചത്. ഇതൊരു വലിയ നിറവിനാണ്, ഇതൊരു എൻകൗണ്ടറിനാണ്. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു എൻകൗണ്ടറിനാണ്, ഒരു റിസ്റ്റോറേഷന് വേണ്ടിയിട്ടാണ്, ഒരു ആക്ടിവേഷന് വേണ്ടിയിട്ടാണ്, ഒരു ഡിവൈൻ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അവർ വന്ന് വെള്ളം കോരിയ ദിവസങ്ങളിലെല്ലാം തന്നെ തന്നെ ശപിച്ചായിരിക്കും വെള്ളം കോരിയത്. അവരുടെ ജീവിതത്തിൽ അവരെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ലാന്ന്, അവരെ ഒന്ന് വെള്ളം കോരി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാന്ന്, അവർക്ക് ഈ കഷ്ടപ്പാട് ദുരിതവും ദുഃഖവും ഒഴിഞ്ഞിട്ട് നേരമില്ലാന്ന് ശപിച്ച് കരഞ്ഞായിരിക്കാം അവർ യാക്കോബിന്റെ ഉറവ് വരെ വന്ന് വെള്ളം കോരിക്കൊണ്ട് പോയത്. പക്ഷെ യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടറോടുകൂടെ അവരുടെ ജീവിതം മാറിയതുപോലെ ഇതിനകത്തൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നതോടെ ചിലരുടെ ലൈഫിൽ ഒരു മേജർ ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ശമൂവേൽ ഒരു എൻകൗണ്ടറിനായി വെയിറ്റ് ചെയ്യാണ്. ബാല്യകാലത്തിലൊക്കെ ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായത്തിൽ ദൈവശബ്ദം കേട്ടൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ അനുസരണം കാണിച്ചത് മുതിർന്നതിന് ശേഷമാണെന്ന് മാത്രം. വളരെ ചെറിയ അവിടെയാണ് ശമൂവേൽ ഏറ്റവും ബ്ലെസ്സഡ് ആയിരിക്കുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ദൈവശബ്ദം കേട്ടു, ആ ദൈവശബ്ദത്തിന് അടിയനിത എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അത് ആ മനുഷ്യൻ്റെ ജീവിതം മൊത്തത്തിൽ തിരിഞ്ഞു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ശമൂവേൽ ചെറിയ പ്രായത്തിലെ ദൈവശബ്ദങ്ങൾ അനുസരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായത്. പക്ഷേ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വൈകി ചില ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നാം ദൈവശബ്ദം കേട്ട സമയം അതുമായി സഹകരിക്കാത്തത് കൊണ്ടാണ്. ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ദൈവശബ്ദം കേൾക്കുന്ന സമയം നമ്മൾ സഹകരിക്കത്തില്ല. നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അതുപോലെ ബ്ലോക്കായി നിൽക്കും. അന്നേരം ചിലപ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞെന്ന് വരും, എല്ലാം പറഞ്ഞെന്ന് വരും. പക്ഷേ ദൈവം നമ്മിലൊരു ഡെവലപ്മെൻ്റ് ആഗ്രഹിക്കും. ഞാൻ നിങ്ങളുടെ കുടുംബത്തെ നോക്കിയായി സംസാരിക്കുന്നത്. ദൈവം നിങ്ങളിലൊരു ഡെവലപ്മെൻ്റ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കരിയർ ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രി ഡെവലപ്മെൻറ്റ് ദൈവം ആഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിനകത്ത് അങ്ങനെയുള്ള ചില ദൈവമക്കളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം മൊത്തം ഡിമോളിഷ് ചെയ്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഒരു ഡെവലപ്മെൻറ്റിലേക്കുള്ളൊരു ഷിഫ്റ്റാണ് ഇന്ന്. അതേ, മൊത്തം തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് വേഗത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം. പക്ഷേ വ്യക്തിപരമായൊരു എൻകൗണ്ടറിന് തയ്യാറെടുത്തോ. ദൈവം നിങ്ങളെ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഒരു പ്ലേസ്മെൻറ്റിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്ലേസ്മെൻറ്റിലേക്ക് നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം വിളക്ക് കെടുന്നതിന് മുൻപേ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. വിളക്ക് കെടുന്നതിന് മുൻപേ നീ ചെയ്യേണ്ട കാര്യം ക്രമീകരിച്ചു. ഞാൻ വീണ്ടും ദൂത് പറയും. വിളക്ക് കെടുന്നതിന് മുൻപേ ശമൂവേലേ നീ ചെയ്യേണ്ട കാര്യം ക്രമീകരിച്ചു. ഏലിയുടെ കാര്യത്തിൽ നീ വിശ്വസ്തനായി, നിന്റെ കാര്യത്തിൽ നീ വിശ്വസ്തനായി, നീ പാർക്കുന്ന ഏലിയുടെ വീട്ടുകാര്യത്തിൽ നീ വിശ്വസ്തനായി. ശമൂവേലേ നീ വിളക്ക് കെടുന്നതിന് മുൻപേ കമാൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിളക്ക് കെടുന്നതിന് മുൻപേ നീ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിച്ചു. വിളക്ക് കെടുന്നതിന് മുൻപേ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിച്ചു. എല്ലാവരും വിളക്ക് കെട്ടിട്ടും കാര്യങ്ങൾ ക്രമീകരിക്കാത്തവരാ. എന്നാൽ ഇന്നൊന്ന് ശ്രദ്ധയോടെ ഈ വചനം എടുക്കുക. ഈ വചനം ഒന്ന് എടുക്കുക. വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ഇല്ലെങ്കിൽ തട്ടിയടിച്ച് വീഴാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ സ്ഥലം മാറി കിടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ തലയണയിൽ തല വെക്കേണ്ടതിന് പകരം കല്ലിൻ്റെ പുറത്ത് തല കൊണ്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശമൂവേൽ വിളക്ക് കെടുന്നതിന് മുൻപേ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇതൊരു ദൂതാണ്. എവിടെയൊക്കെയോ ക്രമം തെറ്റി കിടക്കുന്ന ചില ദൈവമക്കളുണ്ട്. എവിടെയൊക്കെയോ ജീവിതത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന, വിശുദ്ധിയിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന, ദൈവബന്ധം കുത്തഴിഞ്ഞു കിടക്കുന്ന, ആത്മീയ ജീവിതം കുത്തഴിഞ്ഞു കിടക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വിളക്ക് കെടുന്നതിന് മുൻപേ കാര്യങ്ങൾ ക്രമീകരിക്കുക. വിളക്ക് കെടുന്നതിന് മുൻപേ കാര്യങ്ങൾ ക്രമീകരിക്കുക. ദാവീദ് അതുകൊണ്ട് തന്നെ പറഞ്ഞു, യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും. യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും. ദൈവവും നമ്മളെ കത്തിക്കുന്നതിന് ദൈവത്തിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു മാക്സിമം ഓപ്ഷൻ എന്നുള്ള, ഒരു മാക്സിമം ചാൻസ് എന്നുള്ള നിലയിൽ
ദൈവം നമുക്ക് അവസരങ്ങൾ തരും. എല്ലായ്പ്പോഴും ദൈവം വന്ന് തീപ്പന്തം കൊണ്ട് തീ കത്തിച്ചു തരത്തില്ല. നീ സ്വയം വിളക്കണയാതെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. നിന്റെ ആത്മീയ ജീവിതം തകർന്നു കിടക്കുവാണോ? നിന്റെ പ്രാർത്ഥന ജീവിതം തകർന്നു കിടക്കുവാണോ? കൂട്ടായ്മ ബന്ധം തകർന്നു കിടക്കുവാണോ? ദൈവവും വചനവുമായിട്ടുള്ള ബന്ധം തകർന്നു കിടക്കുവാണോ? ശമൂവേലിനെ നോക്ക്, ബാലനെ നോക്ക്. നമുക്കൊക്കെ എത്ര വയസ്സായി? 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ്, 65 വയസ്സ്, 28 വയസ്സ് ഒക്കെ ആയില്ലേ? പക്ഷെ ബാലനായ ശമൂവേലിനെ നോക്ക്. ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്ത് വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. ബൈബിൾ വചനം അങ്ങനെയല്ലേ പറയുന്നത്? ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. മുമ്പേ ചെന്ന് കിടക്കണമെങ്കിൽ കിടക്കുന്നതിന് മുൻപേ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിക്കണം. സുഹൃത്തെ, ഒരു പുതിയ കാര്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപേ പഴയ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. ഞാൻ മീറ്റിങ്ങിൽ വരുന്നതിന് മുൻപേ, ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപേ ഇന്നലത്തെ പോസ്റ്റേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. ഈ ടേബിളിനകത്ത് കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എടുത്തു വെച്ച റെഫറൻസ് എനിക്ക് മറിച്ച് ഇന്നത്തെ റെഫറൻസിലോട്ട് എനിക്ക് വരണമായിരുന്നു. ഞാൻ ഇന്നലെ ശുശ്രൂഷിക്കുന്ന വചനമല്ല ഇന്ന് ശുശ്രൂഷിക്കുന്നു. എനിക്കിവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണമായിരുന്നു. എനിക്കിവിടുത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത്. പഴയ കാര്യങ്ങൾക്കകത്ത് ഒരു ക്രമീകരണം വരുത്തിയത് കൊണ്ടാണ് പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ശമൂവേൽ വിളക്ക് കെടുന്നതിന് മുൻപേ ചെയ്യേണ്ട കാര്യങ്ങൾ ഏലിക്കുൾപ്പെടെ ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് ദൈവിക ഇടപെടലുകളാണ്. മോനെ, നമ്മൾ ചെയ്യേണ്ട കാര്യം വൃത്തിയും വെടിപ്പുമായിട്ട് നമ്മൾ ചെയ്തു എന്ന് തമ്പുരാന് തോന്നുന്ന സമയം ഇവിടെ ശമൂവേൽ കിടന്ന് നിലവിളിക്കൊന്നും വേണ്ട. ദൂതൻ ഇറങ്ങണമെന്നും ദൈവം ഇറങ്ങണമെന്നും താനേ വന്ന് നമ്മെ ബ്ലസ് ചെയ്യുന്ന ഒരു ദൈവം രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ അരികിൽ ഇറങ്ങി വരാറുണ്ട്, നമ്മുടെ അരികിൽ ഇറങ്ങി വരാറുണ്ട്. ഞാൻ ദൂത് പറയാം, ഇന്നു മുതൽ നിങ്ങളുടെ അടുത്ത് വരുന്നത് പെക്കിനാവായിരിക്കത്തില്ല. ഇന്നു മുതൽ നിങ്ങളുടെ അടുത്ത് വരുന്നത് ചെകുത്താനായിരിക്കത്തില്ല. ഇന്നു മുതൽ നിങ്ങളെ ദുർസ്വപ്നം കാണിക്കാൻ ഭൂതങ്ങൾ വരത്തില്ല. ഇന്നു മുതൽ ദൈവവും തൻ്റെ ദൂതന്മാരും നമ്മുടെ കട്ടിലിനരികിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ഉറക്കത്തിൽ ഇറങ്ങി വന്നിരിക്കും. റാഫാഥേലോസ് എലബ്രഹൂഷ്. ഇതിനകത്ത് ദുർസ്വപ്നങ്ങളിട്ട് ഭയപ്പെടുത്തുന്നവരുണ്ട്. രാത്രിയിൽ ദുർസ്വപ്നങ്ങൾ കാണിച്ച്, രാത്രിയിൽ മ്ലേച്ഛതയുള്ള സ്വപ്നങ്ങൾ കാണിച്ച് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ സൈറ്റാനിക് പോയിസൺസ് ഇൻജെക്റ്റ് ചെയ്ത് നിങ്ങളെ മറ്റൊരു കൾച്ചറിലാക്കുന്ന ഒരു ഡിമോണിക് ആക്ടിവിറ്റി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ക്യാൻസലാക്കാൻ പോകുവാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ക്യാൻസലാക്കാൻ പോവുകയാണ്. പാട്ടും വചനധ്യാനവുമായിട്ട് കയറി കിടന്നാൽ പോലും സ്വപ്നത്തിൽ പോലും നിന്നെ വിടാതെ ഫോളോ ചെയ്യുന്ന ആ ഡിമോണിക് കോഡുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ക്രഷ് ചെയ്യട്ടെ. വിടുതൽ വേണ്ടവർ ഏറ്റെടുത്തോ. അത് എന്നോടാണെന്ന് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്തോ. ആ വിടുതൽ വേണ്ടവർ ഏറ്റെടുത്തോ. ഇൻ ദ പവർഫുൾ നെയിം ഓഫ് ജീസസ്, ആമേൻ. സ്വപ്നത്തിൽ പോലും മനുഷ്യനെ വിടാത്ത ഡീമണുണ്ട്. സ്വപ്നത്തിൽ ഇവിടെ ശമൂവേലും കൺഫ്യൂസായി. കാരണം കൊച്ചു പ്രായമല്ലേ. ശമൂവേൽ കൺഫ്യൂസായി. രാത്രി എന്താ കർത്താവ് ചെയ്തെന്ന് നോക്കിയേ. വിളക്ക് കെടുന്നതിന് മുന്നേ ചെന്ന് കിടന്നു. 4-ാമത്തെ വാക്യത്തിൽ യഹോവ ശമൂവേലിനെ വിളിച്ചു. യഹോവ ശമൂവേലിനെ വിളിച്ചു എന്ന ഒരു വാക്കിന് ഉണർത്തുന്നു എന്ന ഒരർത്ഥം കൂടെ ഉണ്ട്. ചെന്ന് കിടന്നുടൻ ക്ഷീണം കൊണ്ട് ശമൂവേൽ ഉറങ്ങിക്കാണും. അപ്പൊ യഹോവ ശമൂവേലിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെയാണ് വിളിച്ചത്. ഉറങ്ങുന്നെങ്കിൽ നീ ഉണരണം, ഉണർന്നു കിടക്കുന്നെങ്കിൽ നീ വിളി കേൾക്കണം. ഇതാണ് വിളിയുടെ അർത്ഥം. ഇപ്പോൾ ഞാൻ ഈ റൂമിൽ ഇരിക്കുന്ന സമയത്ത് വാതിലിന് പുറത്ത് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ 1-2 വട്ടം വിളിച്ചാൽ അകത്ത് ഞാൻ ഉറങ്ങുകയല്ല എന്നുണ്ടെങ്കിൽ വിളി കേൾക്കണം. ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണർന്ന് അവരുടെ അടുത്ത് ചെല്ലണം. ഇത് അവരുടെ വിളിയുടെ ഉദ്ദേശം. വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കണക്റ്റ് ആകണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കണക്റ്റ് ആകണം. ഒന്ന് പറഞ്ഞേ, കണക്റ്റ് ആകണം. വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കണക്റ്റ് ആകണം. വിളിയുടെ ഉദ്ദേശം നിങ്ങളെ വിളിച്ച് അതിപ്പോൾ കടഭാരത്തിലല്ലേ, കടഭാരം മാറാൻ പോവുക കേട്ടോ, അങ്ങനെ ദൂത് പറഞ്ഞിട്ട് പോകാനുള്ള വിളിയല്ല. വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ജോലി
അത്ര സുഖകരമല്ലല്ലേ. വേറൊരു ജോലി ഇപ്പം കിട്ടും കേട്ടോ. അതല്ല, വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കണക്റ്റ് ആകണം. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ദൈവം വിളിക്കുന്നത് കേവലം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേച്ചോ പോകാൻ മാത്രമല്ല, നിന്നെ അനേകരുടെ ഒരു പ്രവചന അധരമാക്കി വെക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ അനേകരുടെ ഒരു പ്രവചന അധരമാക്കി വെക്കാൻ, നിങ്ങളുടെ ശബ്ദത്തെ ഒരു പ്രവചന ശബ്ദമാക്കാൻ, നിങ്ങളുടെ നാവിനെ ഒരു പ്രവാചക നാവാക്കാൻ, നിങ്ങളുടെ സ്പിരിറ്റിനെ ഒരു പ്രോഫറ്റിക്കൽ സ്പിരിറ്റ് ആക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുക. കമോൺ, തൊടുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അവിടെ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നുണ്ട്, ചില വ്യക്തികളെ ദൈവാത്മാവ് സ്പർശിക്കുന്നുണ്ട്. ആ ശുശ്രൂഷയിലൊന്ന് കയറാൻ ഭയങ്കരമായിട്ട് കൊതിക്കുന്ന ഒരു ദൈവിക ഒരു ഡിവിനിറ്റിയിലേക്ക്, ആ ഒരു ഡിവൈൻ എൻകൗണ്ടറിലേക്ക്, ആ ഡിവൈൻ കണക്ഷനിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ചില ദൈവമക്കളെ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുന്നു. വിളിയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഉറങ്ങുന്നെങ്കിൽ നീ ഉണരണം. വീണ്ടും ഒരു ദൈവാലോചന പറയാം. ദൈവം തമ്പുരാന്റെ വിളി നിങ്ങളുടെ കാതുകളിലോ, നിങ്ങളുടെ ഫോണിലോ, നിങ്ങളുടെ മനസ്സിലോ, നിങ്ങളുടെ വചനവായന സമയത്തോ, ഇതുപോലുള്ള പ്രസംഗ സന്ദർഭങ്ങളിലോ നിങ്ങളുടെ മനസ്സുമായി കൂട്ടിമുട്ടുന്നുവെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു ആലോചനയുണ്ട്. ചില ഉറക്കങ്ങളെയൊക്കെ തട്ടി മാറ്റി ദൈവം നിന്നെ ഒരു ഉണർവുള്ള മനുഷ്യനാക്കി മാറ്റാൻ പോവുക. നിങ്ങളുടെ ആലോചനയും നിങ്ങളുടെ ആഗ്രഹവും തന്നെ ഈ ദൂത് നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്തൊരു ഉണർവ് വേണം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തൊരു ഉണർവ് വേണം, ഞങ്ങളുടെ ലൈഫിനകത്തൊരു ഉണർവ് വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു ഉണർവ് വേണം, പ്രാർത്ഥനയിൽ ഒരു ഉണർവ് വേണം, ദൈവകാര്യങ്ങളിൽ ഒരു ഉണർവ് വേണം, എൻ്റെ ജോലി സ്ഥലത്തൊരു ഉണർവ് വേണം. എല്ലായിടത്തും മങ്ങലുകൾ ബാധിച്ച ജീവിതങ്ങൾക്കകത്തോ ഉണർവുകളെ മറന്നുപോയ ഒരു ചരിത്രമുണ്ട്. ചിലടത്ത് ഇപ്പോഴും മങ്ങലും മറയും കുടപിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് വിഷൻ ക്ലിയർ ആകാത്തെ. എന്ന് പറഞ്ഞാൽ ഏലിക്ക് വാർദ്ധക്യം ചെന്നപ്പോഴാണ് വിഷൻ ക്ലിയർ ആകാത്തെ. പക്ഷെ ഇവിടെ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ തന്നെ വിഷൻ ക്ലിയർ ഇല്ല. ഒരു ലെയർ മൂടിയിരിക്കുക, തിമിരം ബാധിച്ച കണ്ണുപോലെ. പ്രാർത്ഥിച്ചാലും വിഷൻസ് കാണുന്നില്ല, ഉപവസിച്ചാലും ദൈവാലോചനകളൊന്നും കിട്ടുന്നില്ല. ദാഹം ഉണ്ടെങ്കിലും, ആത്മാവിൽ ഉണരാൻ ദാഹം ഉണ്ടെങ്കിലും കുറച്ച് സമയത്തേക്ക് കയറി നീക്കും, വേഗം ഡ്രെയിൻ ആയി പോകും. വീണ്ടും ആരെങ്കിലും വന്നൊന്ന് ഉത്സാഹിപ്പിച്ച അവിടെ എന്തോ ഒരു ദൈവികമല്ലാത്തൊരു ആക്ടിവിറ്റി ഉണ്ട്. അതാണ് വിഷൻ ബ്ലർ എന്ന് പറയുന്നത്. വിഷൻ ബ്ലറായി കിടക്കുക അല്ലേ? ഇനി എന്തോ സ്റ്റെപ്പ് വെക്കണമെന്നുള്ള വിഷൻ ബ്ലറായി കിടക്കുകയാണ്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആലോചന ബ്ലറായി കിടക്കുകയാണ്. പക്ഷെ എന്തൊക്കെ എവിടെയൊക്കെ കാണാം, പക്ഷെ ഇമേജിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. എന്തൊക്കെയോ ചെയ്യണമെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം അറിവില്ല. ദൈവം അതിശക്തമായി ഉപയോഗിക്കുമെന്നറിയാം, പക്ഷെ അതിന് ഇനി എന്താ ചെയ്യേണ്ടേ അറിയാം. വിഷൻ ബ്ലറാണ്. ഇനിയൊരു ശുശ്രൂഷ ഉണ്ടെന്നറിയാം, പക്ഷേ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, മറയ്ക്കുക. ഒരു ഉണർവൊക്കെ ആഗ്രഹിച്ചു വന്നാലും പകുതി വഴിയിൽ വെച്ച് തലയ്ക്ക് കൊട്ടിട്ട് തല കുമ്പിട്ട് നിർത്തുന്ന ഒരവസ്ഥ. ഇന്ന് അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി വിടുവിക്കാൻ പോകുക. ഇന്ന് അങ്ങനത്തെ കൂട്ടത്തിൽ ഒരു സൈന്യം ഇറങ്ങുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം സങ്കീർത്തനങ്ങൾ പറയുന്നു, യഹോവ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമടിച്ചവരെ വിടുവിക്കുന്നു. യഹോവ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി, യഹോവയുടെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ശമൂവേൽ, ഇവിടെ ദൈവത്തിന് ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യനെ വേണം. ഇന്ന് ദൈവത്തിന് നിങ്ങളൊരു ശമൂവേലാണ്, നിങ്ങളെ വേണം. ദൈവത്തിന് നിങ്ങളെന്ന ശമൂവേലിനെ വേണം. അതിന് ദൈവം അവനെ വിളിച്ചു. നിങ്ങളുടെ മേൽ ഒരു ദൈവവിളിയുണ്ട്. ആ ദൈവവിളി ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ ദൈവം വളർത്തിക്കൊണ്ട് വന്നതാണ് ഇതുവരെ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സന്ദേശത്തിൽ നിന്ന് ഇതുവരെ നിങ്ങൾ ക്വിറ്റ് ചെയ്യാതെ ഇപ്പോഴും നിങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. ശമൂവേലിനെ ദൈവമാണ് ഏലിയുടെ അണ്ടറിൽ നിർത്തിയത്. ശമൂവേലിനെ ദൈവമാണ്
യോശുവയുടെ കാലഘട്ടം മുതൽ കണ്ടത്. യോശുവയ്ക്ക് ശേഷം അടുത്തൊരു പ്രവാചക അഭിഷേകം ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് കൈമാറാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ അമ്മയപ്പന്മാർ നന്നായി പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാരായിരിക്കാം. ഒരു കൈമാറ്റം ദൈവം നിങ്ങളിലേക്ക് തരാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായി, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായി, പ്രാർത്ഥിക്കുന്നൊരു മകളായി, പ്രാർത്ഥിക്കുന്നൊരു മകനായി, പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസനായി, പ്രാർത്ഥിക്കുന്നൊരു മകനായി, ദൈവഭൃത്യനായി, പ്രാർത്ഥിക്കുന്നൊരു പിതാവായി പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുക. ഒരു കൈമാറ്റം കമാണ്. എത്രയോ ദൈവമക്കൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാത്. ഒരു കൈമാറ്റം ഈ മീറ്റിങ്ങിനകത്ത് സംഭവിക്കുകയാണ്. ഒരു കൈമാറ്റം, ദൈവത്തിങ്കിൽ നിന്ന് ഒരു കൈമാറ്റം സ്വീകരിക്കാൻ തയ്യാറാകുക. ദൈവത്തിൽ നിന്നൊരു കൈമാറ്റം. ഞാൻ ആ ദൂതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ദൂതുകൾ പിടിച്ച് നിർത്തുക. ഞാൻ ഓടിപ്പോണെങ്കിൽ ഓടിപ്പോകാം. പക്ഷേ ഇതിനകത്ത് ഓരോ സന്ദേശങ്ങൾക്കകത്തും മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ, അനേകർക്ക് വേണ്ടുന്ന ആയിരക്കണക്കിന് ആലോചനകൾ ഉള്ളതുകൊണ്ട് എന്നെ ഓരോ സെൻറ്റൻസിലും നിർത്തി മാത്രമേ എന്നെ കൊണ്ടുപോകുന്നുള്ളൂ. ഇതിന് മുന്നേ അടുത്തൊരു ശുശ്രൂഷയിലേക്ക് കടക്കേണ്ടതാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതിനകത്തടാ ഒരു കൈമാറ്റം ഈ പ്രാരംഭ സമയം നടക്കാൻ പോകുന്നു. ഇതിനകത്തൊരു റിവൈവൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. ഹോളി സ്പിരിറ്റ് സ്പോക്ക് ടു മീ. ഇതിനകത്തൊരു റിവൈവൽ സംഭവിക്കാൻ പോകുന്നു. In the name of Jesus, power. Amen. നിങ്ങളുടെ വിഷൻ ബ്ലർ അല്ലേ? നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വിഷൻ ബ്ലർ അല്ലേ? നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലെ വിഷൻ ബ്ലർ അല്ലേ? നിങ്ങളുടെ കരിയറുമായിട്ടുള്ള വിഷൻ ബ്ലർ അല്ലേ? തലമുറകളുടെ ഭാവിയുമായിട്ടുള്ള വിഷൻ ബ്ലർ അല്ലേ? നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിൽ ഇനി അടുത്തത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എങ്ങോട്ട് പോകണം? നിങ്ങൾ നിൽക്കുന്ന ജോലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എങ്ങോട്ട് പോകണം? നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യണം? ഒരു വിഷൻ ബ്ലർ അല്ലേ? മിനിസ്ട്രി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എങ്ങോട്ട് പോകണം? വിഷൻ ബ്ലർ അല്ലേ? എന്താ ദൈവത്തിന് എന്നെ കുറിച്ചുള്ളൊരു പദ്ധതി? വിഷൻ ബ്ലർ അല്ലേ? സകലത്തിനും പരിഹാരമായി ഒരു ദൈവിക ശക്തിയുടെ പ്രദർശനം ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംഭവിക്കുന്നതോടെ ചില വിഷൻ ബ്ലർ ആക്കുന്ന ഡിമോണിക് റീലംസ് പരിശുദ്ധാത്മാവ് തകർത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ലെയറുകൾ യേശുവിന്റെ നാമത്തിൽ തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഈ സെക്കൻഡിൽ ഉരുകുന്നു. വിദ്യാഭ്യാസമുണ്ട്, കാര്യമില്ല. ജ്ഞാനമുണ്ട്, കാര്യമില്ല. പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, കാര്യമില്ല. നിന്നെ എവിടെയും എത്താൻ വിടാത്ത ഒരു ശക്തി നിന്നെ പിന്തുടരുന്നെങ്കിൽ ഇപ്പോൾ സ്വർഗവുമായി ഒരു കണക്ഷന് തയ്യാറാകുക. വിളിയുടെ ഉദ്ദേശം കണക്ട് ആകുക എന്നാണ്. ശമൂവേൽ കണക്ട് ആയി. എങ്ങനെ? ഫസ്റ്റ് കോളിങ്ങിലല്ല. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ടു. കാര്യം എന്താ? ഏലി വിളിച്ചതാന്നാ വിചാരം. അടുത്ത ദൂത്. നമുക്ക് എപ്പോഴും മാനുഷിക ശബ്ദങ്ങളുമായിട്ടാണ് കൂടുതൽ ബന്ധം. മാനുഷിക ശബ്ദങ്ങളാണ് നമുക്ക് കൂടുതൽ കംഫർട്ട്. കാരണം ഏലിയുമായിട്ടായിരുന്നു അസോസിയേഷൻ. അതുകൊണ്ട് ശമൂവേലിനെ വിളിക്കാൻ വേറെ ആരാ ഉള്ളേ? ഏലിയേ ഉള്ളൂ, അല്ലേ? എനിക്ക് ദൈവം അല്ലാതെ ആരാ ഉള്ളേ എന്ന് പറയുന്ന ഒരാളല്ലേ നിങ്ങൾ? കാര്യത്തിൽ എല്ലാവരും ഉണ്ട്. രക്തബന്ധം ഒത്തിരിയുണ്ട്, കൂടപ്പിറപ്പുകൾ ഒത്തിരിയുണ്ട്, അമ്മ തുല്യരായവർ ഒത്തിരിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കാര്യത്തോടടുത്ത് വരുമ്പോൾ തമ്പുരാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവം അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ശമൂവേലിനെ സംബന്ധിച്ച് ദൈവം എന്നെ വിളിക്കും എന്നൊരു ചിന്തയില്ല. അടുത്ത ദൂത് പറയുക. പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത സമയത്ത് ചില ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹെവൻലി ഇന്റർവെൻഷൻസ്. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ മീറ്റിങ്ങിനകത്ത് എന്തോ ചില ഹെവൻലി ഇന്റർവെൻഷൻസ് ഉണ്ടാകാം. ഒരു തിരിവ് നടക്കുക കേട്ടോ ഈ മീറ്റിങ്ങിൽ. എനിക്കറിയാതെ നമുക്ക് എല്ലാ മെസ്സേജും ഒരുപോലെ അല്ല. എല്ലാ മീറ്റിങ്സും ഒരുപോലെ അല്ല. എല്ലാ ദിവസത്തെയും കൂട്ടായ്മ ഒരുപോലെ അല്ല. ചില ദിവസം ഞാൻ ചുമ്മാ സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോകും. പക്ഷെ ചില ദിവസങ്ങളിൽ അസാധാരണമായി മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പറ്റാത്ത പോലത്തെ ദൈവിക ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് അങ്ങനത്തെ ഒരു മീറ്റിംഗാണ്. ഇതിനകത്ത് അങ്ങനത്തെ ഡിവൈൻ വേർഡ്സ് ആണ് കൊണ്ട് നാവി തരുന്നത്. ഹെവൻലി ഇന്റർവെൻഷൻസ് മക്കളെ, ഹെവൻലി ഇന്റർവെൻഷൻ ഉണ്ടാകേണ്ടടുത്ത് അതുണ്ടായാലേ പറ്റത്തുള്ളൂ. കാരണം ഇന്റർവെൻഷൻസിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ
ഈ ഡിവൈസിൽ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യണം. പക്ഷേ ഞാനൊരു പൊതുനിരത്തിൽ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പരസ്യയോഗത്തിന് ഞാൻ പോകുമ്പോൾ എനിക്ക് ഈ മൈക്ക് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എനിക്ക് മറ്റേ സാധാരണ മൈക്രോഫോൺ ആയാലും മതി, സാധാരണ വായിലിങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന സാധനം, കാരണം അത് പൊതുജനത്തിന് കേൾക്കാം, മതി. പക്ഷെ ഇതിൽ സംസാരിക്കുമ്പോൾ ഞാൻ അത് വെച്ച് സംസാരിക്കാനൊക്കത്തില്ല. ചിലയിടത്ത് ചില ഡിവൈസുകൾ വേണം, ചിലയിടത്ത് ഇങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസ് വേണം, ചിലയിടത്ത് ഹെവനുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വേണം, ചിലയിടത്ത് ഏഞ്ചലിക് ഇൻ്റർവെൻഷൻസ് വേണം, ചിലയിടത്ത് ഏഞ്ചലിക് വിസിറ്റേഷൻസ്. ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും അതിന് സ്യൂട്ടായിട്ടുള്ള സേനകളെ ദൈവത്തിൻ്റെ ആത്മാവ് അയച്ച ചരിത്രം ബൈബിൾ പഠിപ്പിക്കുന്നു. എല്ലായിടത്തും യാഹുവ ഇറങ്ങി വന്നില്ല, എല്ലായിടത്തും തീ വന്നില്ല, എല്ലായിടത്തും കാറ്റിലൂടെ അല്ല, എല്ലായിടത്തും വെള്ളത്തിലൂടെ അല്ല, എല്ലായിടത്തും മന്ദസ്വരത്തിലല്ല, എല്ലായിടത്തും പ്രാവിനെ കൊണ്ട് ഒലിവേല കൊണ്ടുവന്നല്ല. പല നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭക്തന്മാർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും ദൂത് പറയുന്നു, ഇടപെടും. രാത്രി എന്ത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? രാത്രി പ്രാർത്ഥനയിൽ എന്ത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? പലപ്പോഴും രാത്രി പ്രാർത്ഥനയിൽ എന്ത് നടക്കുമെന്ന് ചിന്തിച്ചില്ലേ? ഇടപെടും, ദൈവം ഇടപെടും, തമ്പുരാൻ ഇടപെടും. ആരിടപെട്ടില്ലേലും ഇടപെടും. മനുഷ്യ ഇടപെടുന്ന പോലല്ല, പൊളിറ്റീഷ്യൻ ഇടപെടുന്ന പോലല്ല, നിയമജ്ഞന്മാർ ഇടപെടുന്നത് പോലല്ല. ദൈവം ഇടപെട്ടാൽ ആ കാര്യത്തിൽ സെറ്റിൽമെൻറ്റുകൾ നടക്കും. ഹല്ലേലൂയ. അതാണ് ഹെവൻലി ഇൻ്റർവെൻഷൻ. ഇവിടെ ഒരു ഇൻ്റർവെൻഷനാണ് നടക്കുന്നത്. ഇവിടെ ശമൂവേലേ, എന്നെ വിളിക്കാൻ വേറെ ആരാ ഉള്ള? ഏലി മാത്രമേ ഉള്ളൂ. എന്നെ വിളിക്കാൻ ഏലി മാത്രമേ ഉള്ളൂ. നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ആയിരിക്കത്തില്ല ദൈവം ഉപയോഗിക്കുന്നത്. പലപ്പോഴും നിങ്ങളോട് ഇടപെടാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തൊരു വ്യക്തി ആയിരിക്കത്തില്ല ദൈവം പലപ്പോഴും സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. നിങ്ങളുടെ ഭാവിയെ നന്നാക്കാൻ നിങ്ങൾ ചൂസ് ചെയ്ത ഒരു ഡെസ്റ്റിനേഷൻ ആകണമെന്നില്ല പലപ്പോഴും ദൈവം തമ്പുരാൻ കണ്ടിട്ടുള്ളത്. നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തൊരു പ്ലാറ്റ്ഫോമൊന്നും ആയിരിക്കണമെന്നില്ല ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ നിങ്ങൾ സെലക്ട് ചെയ്ത മിനിസ്ട്രി ഒന്നും ആയിരിക്കണമെന്നില്ല ദൈവം സെലക്ട് ചെയ്യുന്നത്. ബിലയാമിനോട് സംസാരിക്കാൻ കാട്ടിലെ രാജാവായ സിംഹത്തെ കൊണ്ടുവന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കങ്ങ് ബോധിച്ചേനെ. പക്ഷെ ബിലയാമിനോട് സംസാരിക്കാൻ മനുഷ്യൻ പോലും വില വെക്കാത്ത കഴുതയാണ്. അതായത് വില വെക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തീരെ ചീപ്പാണ്, ബുദ്ധിയില്ലാത്തയാണെന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ബുദ്ധിയില്ലാതെ കഴുതയെ പറയും. എന്നാൽ കഴുത ഏറ്റവും നല്ലൊരു ജീവിയാണ്, ജന്തുവാണ്. നമുക്കറിയാത്തതുകൊണ്ടാണ്. കഴുത എടുക്കുന്ന പണി പോലും എടുക്കാത്ത മനുഷ്യരാണ് കഴുതയെ പോയി കുറ്റം പറയുന്നത്. നമുക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കഴുതയ്ക്ക് വില കൊടുക്കുന്നത്. അപ്പം കാട്ടിലെ സിംഹത്തെ കൊണ്ട് ബിലയാമിനോട് സംസാരിച്ചെങ്കിൽ നമുക്ക് സിംഹം സംസാരിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ തമ്പുരാൻ അറിയാം, സിംഹത്തെ വെച്ചാൽ അതിനെ പൊക്കിക്കൊണ്ട് മനുഷ്യൻ നിൽക്കും. അതുകൊണ്ട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച് ശിംശോൻ കുന്ന് 1, കുന്ന് 2, കുന്ന് 3 പറഞ്ഞ് ആയിരങ്ങളെ അടിച്ച് താഴെ ഇടാൻ സിംഹത്തിൻ്റെ വാരിയല്ലോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ താടിയല്ലോ സിംഹത്തിൻ്റെ തുടയല്ലോ എടുത്തെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഹരമായേനെ. പക്ഷേ കഴുതയുടെ താടിയല്ലോ കൊണ്ടാണ്. നമ്മൾ സിമ്പിളാണ്, ഒരശുവാണ്, ഒന്നിനും ഇല്ല എന്നൊക്കെ പറയുന്ന ചിലതായിരിക്കും ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ടൂൾ. നിങ്ങളെ തന്നെ ഒരുപക്ഷെ വില കുറച്ച് കണ്ട്, തരം താഴ്ത്തി കണ്ട്, പൊട്ടനെന്നും മണ്ടനെന്നും വിഡ്ഢി എന്നുമൊക്കെ വിധി എഴുതിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ദൈവിക ഉദ്ദേശത്തെ ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനൊരാലോചനയുണ്ട്. നിങ്ങൾ എന്ത് ചെറുതെന്ന് കാണുന്നോ അതിനെ ദൈവം വലുതെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്ത് കാര്യമാണോ ഇതൊക്കെ സിമ്പിൾ, ചെറുത്, ഇതൊന്നും വലിയ വില വെക്കണ്ട എന്ന് പറയുന്നു, അതിനെ ദൈവം വില വെക്കുന്നു. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ ഒരു പേപ്പർ കഷ്ണം പോലും ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മനുഷ്യൻ്റെ കൈകളിലൂടെ പുറത്തു വന്നതാണ്. പേപ്പർ കഷ്ണമൊന്നും കർത്താവ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുണ്ടാക്കാൻ ദൈവം പിന്നത്തേതിൽ മനുഷ്യനെയും അതിൻ്റെ ഇൻഗ്രീഡിയൻസും ദൈവം പലയിടത്തായിട്ട് വെച്ചിരുന്നു. അത് പിന്നെ ദൈവത്തിൻ്റെ പ്ലാനിങ്ങോടെ മനുഷ്യൻ പോയി കണ്ടെത്തി
ചെയ്തു. ക്രിയേഷൻ ഇന്നും കർത്താവ് ചെയ്യുന്നു ത്രൂ ഹിസ് ജനറൽസ്. ക്രിയേഷൻ ഇന്നും കർത്താവ് മനുഷ്യനിലൂടെ ചെയ്യുന്നു. ക്രിയേറ്റർ ദൈവമാണ്. ഇന്ന് ആ ക്രിയേറ്ററുമായിട്ട്, നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരുവെഴുത്തിൽ പറയുന്നു, ശമൂവേൽ വിചാരിച്ച് ഏലിയാ വിളിച്ചതെന്ന്. അല്ല, ഏലിയുടെ അടുത്ത് പോയി അടിയൻ എന്ന് പറഞ്ഞു ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റു ഏലിയുടെ അടുക്കൽ വന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. ദൈവമക്കളെ, നിങ്ങൾ ഇതിനു മുന്നേ ഒത്തിരി മെസ്സേജസ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒത്തിരി പ്രീച്ചേഴ്സിൻ്റെ പ്രീച്ചിങ് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒത്തിരി ദൈവവചനം വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ സെക്കൻഡിൽ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇതുവരെ ദൈവവചനത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇതുവരെ എൻ്റെ ക്രിയേറ്ററെ കുറിച്ച് ഞാൻ ഭയങ്കര ഗഹനമായി പഠിച്ചിട്ടില്ല. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരുത്തി എന്നെ പഠിപ്പിക്കുന്നതേ എനിക്കും അറിയാവുള്ളൂ. നമ്മുടെ ചിന്ത ഇതാ, എല്ലാം ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, അതുകൊണ്ട് ദൈവം എൻ്റെ ഇന്ന വിഷയത്തിൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ദൈവം ഇങ്ങനെ ഇടപെടണം, ഇത്ര ദിവസം ഞാൻ ഫാസ്റ്റ് ചെയ്യും, ദൈവം ഇന്ന ദിവസം വരണം, ഇന്നതുപോലെ ഇടപെടണം, ഇന്നെടുത്ത് വന്ന് ഇന്നത് പൊട്ടിച്ച് ഇന്നത് നോ. കാരണം തിരുവെഴുത്ത് പറയുന്നു, ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല. അറിയാത്തൊരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന കോളിംഗ് എന്ന് പറയുന്നത് ആശ്ചര്യകരമാണ്. നമ്മളൊന്നും ചെയ്തു വെച്ചിട്ടല്ല നമ്മുടെ മേൽ ഈ ദൈവവിളി വന്ന് വീണേ. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു കാര്യം അറിയാം, യഹോവയുടെ മന്ദിരത്തിന്റെ വിളക്ക് കിടുന്നതിന് മുന്നേ പോയി കിടക്കണം. ഒരു കാര്യം അറിയാം, ദൈവം ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽക്കണം. ആ നിലയിൽ ശമൂവേൽ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വിളി അദ്ദേഹത്തിൻ്റെ മേൽ വരികയാണ്. ഞാൻ ദൂത് പറയാം, നിങ്ങളെ എവിടെയോ ദൈവം കണ്ട് നിങ്ങളെ വിളിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചൊരു വ്യക്തിയാണ്. മൂന്നാമതും പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവൻ അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റു ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ, ആ വാക്കൊന്ന് എടുക്കണം, ഇനിയും നിന്നെ വിളിച്ചാൽ. പലപ്പോഴും നമ്മുടെ അജ്ഞതകൾ ദൈവിക ഇന്റർവെൻഷനെ തടയുന്നു. നമ്മുടെ അജ്ഞതകൾ ദൈവിക സന്ദേശങ്ങളെ നമ്മളോട് അടുക്കാതെ ബ്ലോക്ക് ചെയ്യുന്നു. നമ്മുടെ അജ്ഞതകൾ, അവബോധമില്ലായ്മകൾ ഹെവൻലി എൻകൗണ്ടറുകളെ വൈകിപ്പിക്കുന്നു. കാരണം അടിയനിതാ എന്ന ഒരു ശബ്ദം ദൈവത്തിനാണ് പാസ് ചെയ്തെങ്കിൽ അവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേനെ. പക്ഷെ ആ ശബ്ദവും മാനവും ശമൂവേൽ കൊടുത്തത് ഏലിക്ക. ബോധ്യമില്ല, കാരണം യഹോവയെ അറിഞ്ഞിട്ടില്ല, വചനം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഏലിയുടെ ശുശ്രൂഷകനായി മാത്രം തുടരുകയാണ്. നോക്കൂ, ഒരു ശൈശവാവസ്ഥയിൽ നിന്ന് ഒരു പുരുഷത്വത്തിലേക്ക് ഒരു മനുഷ്യനെ ദൈവം വളരണമെന്ന് ആഗ്രഹിക്കുന്നു. ശൈശവാവസ്ഥയിൽ നമുക്ക് പാല് കുടിക്കാം, എന്നാൽ പുരുഷത്വം കാണിക്കേണ്ട സന്ദർഭങ്ങളിൽ കട്ടിയുള്ള ആഹാരം ഭക്ഷിക്കണമെന്ന് ദൈവം തിരുവെഴുത്തിൽ പത്രോസിന്റെ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത് പോലെ ശൈശവാവസ്ഥയിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ശമൂവേലിന് ഒരു വിളി വരുന്നത്. ഏലിക്ക് മനസ്സിലായി ഇത് ദൈവവിളിയാണ്. ഏലിക്ക് മനസ്സിലായി ഇത് ദൈവവിളിയാ. ഇവനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ദൈവം സെപ്പറേറ്റ് വേലയ്ക്കായിട്ട് വിളിക്കാൻ സമയമായി. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങളെ ചിലയിടത്ത് നിന്ന് ദൈവത്തിൻ്റെ വിളി സെപ്പറേറ്റ് ചെയ്യാനുള്ള ടൈമായി. നിങ്ങളെ ചില അഡിക്ഷൻസിൽ നിന്ന് വിളിച്ച ദൈവം വേർതിരിക്കാൻ സമയമായി. നിങ്ങളെ ദൈവം ഒരു ഇൻഡിവിജ്വലായി നിർത്തി തൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്താനുള്ള സമയമായി. നിങ്ങളെ ദൈവം സെപ്പറേറ്റ് ചെയ്ത് മാനിക്കാനുള്ള സമയമായി. അബ്രഹാമേ, നിന്നെ നിന്റെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നും ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിന്നെ ഒരു ദൈവിക പ്രയാണത്തിലേക്ക് തിരിക്കാൻ സമയമായി. ഈ മീറ്റിംഗിൽ ആരൊക്കെയോ ആ നിലവാരത്തിൽ ഇരിക്കുന്നു. ആ കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിളി, ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു വിളി, ഒരു വേർതിരിയാനുള്ള ഒരു വിളി നിന്റെ മേൽ വീഴുന്ന ഒരു സീസൺ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. വ്യത്യസ്തനായിരിക്കും. വ്യത്യസ്തമായ വിളി വീണവൻ വ്യത്യസ്തനായിരിക്കും. വ്യത്യസ്തമായ ദൈവശബ്ദം കേട്ടവൻ വ്യത്യസ്തനായിരിക്കും. വ്യത്യസ്തമായി ദൈവവുമായി അടുപ്പമുള്ളവൻ വ്യത്യസ്തനായിരിക്കും. അബ്രഹാം വ്യത്യസ്തനായത് വ്യത്യസ്തമായ ഒരു ദൈവവിശ്വാസവും ബന്ധവും കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ്.
മോശ വ്യത്യസ്തനായത് രാജകൊട്ടാരത്തിൽ വളർന്നു എങ്കിലും താൻ ദൈവവുമായിട്ട് രാജഭോജനത്തിലും രാജസുഖങ്ങളിലും പെടാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് വ്യത്യസ്തനായി വേർതിരിഞ്ഞത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തനാകണമെങ്കിൽ ദൈവശബ്ദത്തിനൊത്തവണ്ണമുള്ള ഒരു പ്രയാണത്തിലേക്ക് ചുവട് വെക്കുക. ശമൂവേലിനോട് പറഞ്ഞു, മോനെ, ഇനി ഒരു വിളി കേൾക്കുകയാണെങ്കിൽ അരുളി ചെയ്താലും ശമൂവേൽ, ഇനി ഒരു വിളി നീ കേൾക്കുകയാണെങ്കിൽ നീ അടിയൻ കേൾക്കുന്നു, പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്നു. മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനെ അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ അത്യന്തം നിവർത്തിക്കും. തുടങ്ങി ദൈവം ഒരു വലിയ സന്ദേശം ശമൂവേലിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഒരു ഓപ്പറേഷൻ കർത്താവ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നു. ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഒരു പ്രവാചക ഓഫീസ്, ഒരു പ്രൊഫറ്റിക്കൽ ഓഫീസ് ദൈവം ഓപ്പൺ ആക്കാൻ പോകുവാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദൈവം എന്നെ വിളിച്ചിട്ട് എന്നോട് ദൈവം നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറഞ്ഞ് ചെയ്യാൻ പോകുവാണെങ്കിൽ അത് ഏത് റേഞ്ചിൽ ദൈവം എന്നെ കാണുന്നോണ്ടാണെന്നാ വിചാരിച്ചേക്കുന്നേ? അങ്ങനെ നിങ്ങളെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിനോട് സോദോം ഗൊമോറയിൽ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമുമായി അറിയിച്ചതിന് ശേഷമാണ് ദൈവം അവിടെ ചെയ്യാൻ പോയത്. അബ്രഹാം അവിടെ ഇടപെട്ടത് കൊണ്ടാണ് ലോത്തും കുടുംബവും രക്ഷപ്പെട്ടെ. സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് പറയേണ്ട കാര്യം എന്താണ്? അത് ബന്ധമാണ്. നമുക്കും നമ്മുടെ ദൈവവും തമ്മിലുള്ള ബന്ധമില്ലായ്മയാണ്, അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ബലഹീനതയാണ് പല സന്ദേശങ്ങളും ദൈവം നമ്മളെ അറിയിക്കാൻ വൈകുന്നത്, ചിലപ്പോൾ അറിയിക്കാത്തത്. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് നമുക്ക് ഒരുമിച്ച് ആ ഒരു പ്രൊഫറ്റിക് ഓഫീസ് ഓപ്പണായി കിട്ടണം. ആ ഒരു ഹെവൻലി ഇൻ്റർവെൻഷൻ ഉണ്ടാകണം. ആ ഒരു ഹെവൻലി എൻകൗണ്ടർ നടക്കണം. ഒരു ശബ്ദം കേൾക്കത്തക്കവണ്ണം കാതു തുറക്കണം. പ്രൊഫറ്റിക് ഓഫീസ് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കത്തക്കവണ്ണം കാതു തുറക്കണം, അറിയത്തക്കവണ്ണം ബോധ്യമുണ്ടാകണം, സ്വീകരിക്കത്തക്കവണ്ണം മനസ്സിനൊരുക്കം ഉണ്ടാവണം. ഇതാണ് പ്രൊഫറ്റിക് ഓഫീസ് തുറക്കാൻ വേണ്ടത്. സോ ഇന്ന് ഈ സമയം, നിങ്ങൾ പകലാണോ രാത്രിയാണോ ഈ മെസ്സേജ് കേൾക്കുന്നത്, നമ്മുടെ കാതുകളെ ഒന്ന് ശുദ്ധമാക്കണം. ഇതുവരെ കേട്ട ചില അമ്മുമ്മ കഥകൾ, അല്ലെങ്കിൽ ഇതുവരെ കേട്ട നമ്മളുടെ പുളകം കൊള്ളിക്കുന്ന ദൈഹിക സുഖം ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തുനിന്നൊരു വിടുതൽ നൽകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതിനകത്തുനിന്നൊരു വിടുതൽ നൽകി ദൈവം നമ്മളെ ഏത് നിലവാരത്തിൽ, ഏത് കാര്യത്തിൽ ദൈവം നമ്മെ തുറന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ അറിയിക്കത്തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ കഴിയേണ്ടതിന് എല്ലാ ദൈവമക്കൾക്കും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ സമയം എല്ലാ ദൈവമക്കളും സന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രൊഫറ്റിക് ഓഫീസ് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫറ്റിക് ഓഫീസ് പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. എല്ലാ ജനവും പ്രാർത്ഥിക്കട്ടെ. എല്ലാ ജനവും ഇതിനകത്ത് പ്രവാചകിമാരുണ്ട്. ദൈവം പ്രൊഫറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാചകിമാർ, മിനിസ്ട്രിയിൽ നിൽക്കുന്നവർ എന്നാൽ വേണ്ടത്ര പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാത്ത ചില ദൈവമക്കളെയൊക്കെ പരിശുദ്ധാത്മാവ് ഈ സമയം ഇതിനകത്ത് കണ്ടവരെ തൊട്ടുണർത്താൻ പോകുവാണ്. നിങ്ങളുടെ ലൈഫിൽ ദൈവം ചില കാര്യം നിങ്ങളോട് അറിയിക്കുമെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ടാകണമെന്ന് നിങ്ങളിൽ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ശമൂവേലേ, ഒരു ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് പ്രവചിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു ദൈവിക ദൂതറിയാൻ ആഗ്രഹമുണ്ടോ? ഒരു പ്രവാചക അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? യെസ്, താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നറിയുന്നതിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കമോൺ, എല്ലാ ദൈവമക്കളും, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കമോൺ ഈ ഒരു ദൈവ സാന്നിധ്യം സ്വീകരിക്കാൻ. അന്യഭാഷകളിൽ പ്രാപിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ, നിങ്ങൾ സൂമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, സാഹചര്യമാണ്. അങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ കമോൺ എഴുന്നേറ്റ് നിന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആദരവോടെ ബഹുമാനത്തോടെ
In the name of Jesus. Ramanagaduri bigadagadagashe. Ramsaderi amteneri managadagasheri. Waideri gedigadagasham-deri. Albudari gatteri madurabaushedi gamadigalshane gamadaturadara. Shamderi gedire dire dire. Udameni deri 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 deri. Adigare beri 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 sheni manadera gamsheri. Almana shamderi gamamana. Prabala regada jagada regada. Shamderi gamadurabadi gamanagadaga shamderi gamaduraksharam. Yeshunama shakti al baba. Udamateri gamteri gamte. Arte bidi 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 amshane digamadagaksheri. Come on, എല്ലാ ധരങ്ങളും തുറക്കുമ്പോൾ തന്നെ അഭിഷേകത്തിന്റെ ഒരു തീ ഇതിനകത്ത് കത്തുന്നു. അഭിഷേകത്തിന്റെ ഒരു തീ ഇതിനകത്ത് കത്തുന്നു. അഭിഷേകത്തിന്റെ ഒരു തീ ഇതിനകത്ത് കത്തുന്നു. ഒരു prophetic anointing, ഒരു prophetic anointing, ഒരു prophetic anointing. It is opening right now. Lebreto sante, legata bregontosaya, ramtanere mantalo, elabredana gabakatusia, waida machamderi, waide riganteri, lamtere mehete, Elohim, Elohim, Elohim. Come on, പ്രാർത്ഥിച്ചേ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഒരു അടിയനിതാ എന്ന് പറഞ്ഞേ, ദൈവ ശബ്ദം ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞേ, ആ അടിയനോട് സംസാരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞേ, ദൈവമേ നീ എന്നോട് സംസാരിച്ചെന്നൊന്ന് പറഞ്ഞേ, ഇനിയും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞേ, ഇനിയും എന്റെ ബോധ്യം വർദ്ധിപ്പിക്കണമെന്നൊന്ന് പറഞ്ഞേ, എന്റെ പഴയ നിലവാരം പോരാ എന്നൊന്ന് ദൈവത്തോട് പറഞ്ഞേ. അടിയനിത അത് സമർപ്പണമാ. അടിയനിത അരുളി ചെയ്താലും അത് സമർപ്പണമാ. അടിയനിത അത് സബ്മിസീവായിട്ടുള്ള ഒരു മനോഭാവമാ. അടിയനിത അത് സറണ്ടർ ചെയ്തൊരു സമയമാ. എവിടെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു, അവിടെ നിറവ് വെളിപ്പെടും. ഒരു ശൂന്യതയിൽ നിന്ന് നിറവിലേക്ക് വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? സറണ്ടർ ചെയ്യ. നിനക്കുള്ള ഏതിന്റെ എല്ലാം മേൽ നിനക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ? തലമുറകളുടെ മേൽ മാറ്റം വരണമോ? ജോലിയിൽ ഒരു മാറ്റം വരണമോ? ജീവിതത്തിൽ ഒരു മാറ്റം വരണമോ? സ്വഭാവത്തിൽ ഒരു മാറ്റം വരണമോ? സറണ്ടർ ചെയ്യ. അടിയനിത പറ, അടിയനിത എന്ന് പറയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മാനുഷിക ശബ്ദങ്ങൾക്ക് വിളി കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? മാനുഷിക ഉപദേശങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇതാ ഞാൻ തിരിയുന്ന കർത്താവേ, അടിയനിതാ ഒരു മാറ്റം എനിക്ക് വേണം. ഞാൻ ഇനി മനുഷ്യ ശബ്ദത്തിന് ഒഴുകുകയില്ല, ഞാൻ ഇനി മനുഷ്യ കാറ്റിന് പറക്കുകയില്ല, ഞാൻ ദൈവ ശബ്ദത്തിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവന്റെ ജീവിതം മാറുന്നു. Oh, Jesus' name. എവിടെയൊക്കെയോ അഗ്നി പടരുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാ. എവിടെയൊക്കെയോ തീ പിടിക്കുന്നത് പോലെ. എനിക്ക് കാണാം ഇതിനകത്ത് ചില വ്യക്തികൾ അസാധാരണമാകുന്ന ഒരു ദൈവശക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. എനിക്ക് കാണാം. Come on, take it. This message is for you. This message is for you. Labrakosate, legatamarakati, in the rabosia, in the powerful name of Jesus. അസാധാരണമാകുന്ന ഒരു ആത്മചലനം, ആധികാരികത്തിന്റെ ചലനം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുദ്രകൾ മാറുന്നു. സാത്താനിട്ട ചില മുദ്രകൾ പൊട്ടുന്നു. ദൈവത്തിന്റെ മുദ്രകൾ വരുന്നു. ദൈവത്തിന്റെ മുദ്ര വരുന്നു. ദൈവത്തിന്റെ മുദ്ര വരുന്നു. ദൈവത്തിന്റെ മുദ്ര വരുന്നു. ഇതിനകത്ത് ചിലത് വേർതിരിയുക. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിനകത്ത് ചിലർ വേർതിരിയുക. ദൈവം നിന്നെ വേർതിരിക്കുക കുഞ്ഞെ. ഇതുവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഡിമോണിക് കൺട്രോളിംഗ് പവർ, I break it in Jesus name. Kelamatura basiamte. Oh, shageni bigaba. Yofadari managadiga shiamdere. Oh, Jesus. Fire. Rematenia. Raltarabos. Lebragos. Tara. Ridana. Come on, take it. Libraco Shanta. The power is opening. Lebretoro. Legatomosaya. In the name of Jesus. അദൃശ്യ മണ്ഡലങ്ങളിലെ അന്ധകാര ചരടുകൾ ദൈവാത്മാവ് പൊട്ടിക്കുന്നു. അദൃശ്യ മണ്ഡലങ്ങളിലെ ഇൻവിസിബിൾ ടാക്സ് ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കുന്നു. ഇൻവിസിബിൾ ആയി നിൽക്കുന്ന കയറുകൾ, അദൃശ്യമായി നിൽക്കുന്ന നിന്നെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിംഗ് സ്പിരിറ്റ്. ഈ സെക്കൻഡിൽ പൊട്ടുന്നു. അത് പൊട്ടുന്നു. Oh, Jesus.
Rana mama diri gada gana gada jada gada nara madasham dana daga madurare digana deri andane shegeni deri mane deri geni deri meni deri geni dori andano manase legeni dari mana deri godi adere dere vade vare dube dube legeni namana mana 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 masham deri bibi bibi diga mama vaida mana dare 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 sham deri gama digane sheila udamana dagana gadi gana gada jam deri gadi bibi diri gadi 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 oh hallelujah asadharana deva sanidhyam asadharana deva sanidhyam asadharana deva sanidhyame be free right now be free 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 ചില കെട്ടുകൾ പൊട്ടട്ടെ സമർപ്പിച്ചിരിക്കുന്ന ദൈവ മനുഷ്യനെ ബന്ധിച്ചു നിൽക്കുന്ന ചരടുകൾ അഴിയ സമർപ്പിച്ചു നിൽക്കുന്ന ദൈവ മനുഷ്യനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സാത്താനിക കയറുകൾ പൊട്ട് എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങൾ തകര് എല്ലാ രാത്രിയിലെ ഭയം തകര് ശമൂവേലിനെ ദൈവം വിളിച്ചത് രാത്രിയിലാണ് ശമൂവേലിനെ ദൈവം വിളിച്ചത് രാത്രിയിലാണ് ശമൂവേലിനെ ദൈവം വിളിച്ചത് രാത്രിയിലാണ് രാത്രിയിൽ എന്ത് സംഭവിക്കും രാത്രിയിൽ ദൈവ ശബ്ദങ്ങൾ നിന്നെ സന്ദർശിക്കും come on രാത്രിയിൽ ദൈവ ശബ്ദം നിന്നെ സന്ദർശിക്കും രാത്രിയിൽ ദൈവ ശബ്ദം നിന്നെ സന്ദർശിക്കും ഹോ റത്തോ നോ മോ 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 ഷബബബ റതനെ ബെബെബെ ഷബബബ റതനന ലെബ്രതന പൗലോസും ശീലാസും തടവറയിൽ ദൈവത്തെ ആരാധിച്ചത് ചങ്ങലകൾ പൊട്ടിയത് രാത്രിയിലാണ് യാക്കോബിന് പെനിയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എൻകൗണ്ടർ ഉണ്ടായത് രാത്രിയിലാണ് പത്രോസിനെ ദൈവം തടവറയിൽ നിന്ന് മോചിപ്പിച്ചത് രാത്രിയിലാണ് ദാവീദ് 63-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ ഓർത്ത് ധ്യാനിച്ചപ്പോ തനിക്കൊരു റെവലേഷനും റിഫ്രഷ്മെന്റും ലഭിച്ചത് രാത്രിയിലാണ് ദാനിയേൽ ദർശനം കണ്ടത് ദർശനങ്ങൾ ലഭിച്ചത് രാത്രിയിലാണ് യേശു വളരെ പ്രധാനപ്പെട്ട മേജർ ഡിസിഷൻസിന് മുന്നോടിയായി പ്രാർത്ഥിക്കാൻ സമയങ്ങൾ തിരഞ്ഞെടുത്തത് രാത്രിയിലാണ് ഈ മീറ്റിംഗിലും ഇരിക്കുന്ന നിങ്ങളുടെ രാത്രി പ്രാർത്ഥനയിൽ അസാധാരണമാകുന്ന ചലനങ്ങൾ ഒരു മേജർ ഡിസിഷൻ എടുക്കുവാൻ തക്കവണ്ണമുള്ള ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ് പരിശുദ്ധാത്മാവ് നിനക്ക് തരും ഇൻ ദ നെയിം ഓഫ് ജീസസ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടഞ്ഞ തടവറകൾ തുറന്നു വരട്ടെ അടഞ്ഞുപോയ നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ 4 ദിക്കിലും ദൈവശക്തിയുള്ള ദൂതന്മാർ വ്യാപരിക്കട്ടെ ഓ holy name of Jesus shababatana ramasendene makayana rabu ഈ ജനത്തെ പപ്പാഞ്ഞ ദൈവ കൈകളിലേക്ക് തരികയാണ് ഈ സന്ദേശത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം വ്യക്തിപരമായി 1 മിനിറ്റ് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ അങ്ങനെ ഒരു പ്രൊഫറ്റിക്കൽ ഓപ്പണിംഗ് എന്നിൽ നടക്കട്ടെ എൻ്റെ സ്പിരിറ്റിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സോളിനെ സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നു ഡാഡി ആ ഒരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ഓപ്പൺ ആകട്ടെ ഞാൻ അനുവദിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഞാൻ അനുവദിക്കുന്നു പറഞ്ഞേ പരിശുദ്ധാത്മാവേ ഞാൻ അനുവദിക്കുന്നു എന്നിൽ പ്രവാചക അഭിഷേകം വരട്ടെ പ്രവാചക അഭിഷേകം എന്നിൽ വരട്ടെ എൻ്റെ നാവ് പ്രവാചക നാവായി മാറട്ടെ ഈ സെക്കൻഡ് മുതൽ ഞാൻ സംസാരിക്കുന്ന പ്രവചനങ്ങളായി മാറട്ടെ ഈ സെക്കൻഡ് മുതൽ എൻ്റെ നാവ് യേശുവിൻ്റെ നാവായി ഞാൻ മാറ്റുകയാണ് എൻ്റെ നാവിലുള്ള എല്ലാ പൈശാചിക അവകാശത്തെ ഞാൻ ഛേദിക്കുകയാണ് ഈ ജനമത് വിശ്വസിച്ചേറ്റെടുത്തതിനായി സ്തോത്രം ജനത്തെ ദൈവം തൊട്ടതിനായി നന്ദി മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ